സംസ്ഥാനത്ത് തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതിനെക്കുറിച്ചുള്ള പരാതികൾക്ക് ഇപ്പോഴും അവസാനമില്ല. കൊച്ചി നഗരഹൃദയത്തിലെ പ്രധാന ഭാഗത്ത് ഇപ്പോഴും തെരുവ് വിളക്കുകൾ കത്താറില്ല. പ്രേക്ഷകർ കാണുന്ന പോലെ ഞാൻ നിൽക്കുന്നത് നല്ല ഇരുട്ടിലാണ്. വനപ്രദേശത്തോ ഉൾപ്രദേശത്തോ ഒന്നുമല്ല, കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗമായ വൈറ്റിലയിൽ. ഇവിടെ വന്ന് പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് ഒറ്റ തെരുവിളക്ക് പോലും പ്രവർത്തിക്കുന്നില്ല. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിയിലാണ് അന്തി ഉറങ്ങുമ്പോൾ വെട്ടമില്ലാതെ ആളുകൾ നെട്ടോട്ടം ഓടുന്നത്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ബസ് സർവീസിനെ ആശ്രയിക്കുന്നവർ, മെട്രോ യാത്രക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയ ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി വന്നു പോകുന്ന ഇടമാണിത്. ഒരൊറ്റ തെരുവിളക്ക് പോലും ഇവിടെ പ്രകാശിക്കാറില്ല. രാത്രിയായാൽ നെട്ടൂർ മുതൽ വൈറ്റില റെയിൽവേ മേൽപ്പാലം വരെയുള്ള വഴി ഇരുട്ട് മൂടും. വാഹനങ്ങൾ ധാരാളം കടന്നു പോകുന്നത് കൊണ്ട് അവയിൽ നിന്നുള്ള ലൈറ്റുകളാണ് പ്രദേശത്ത് വെളിച്ചമുണ്ടെന്ന തോന്നലുണ്ടാക്കുന്നത്. കണ്ണുണ്ടെങ്കിലും കാണാൻ കഴിയാത്ത അവസ്ഥ. അതിവേഗം വളരുന്നുവെന്ന് അവകാശപ്പെടുന്ന കൊച്ചിയിലാണ് ഈ അവസ്ഥ. വ്യാവസായിക തലസ്ഥാനത്ത് തന്നെ ഇത്തരം പ്രശ്നമുണ്ടാകുമ്പോൾ ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന ഇതേ പ്രശ്നത്തിൽ ഒരത്ഭുതവും വേണ്ടെന്ന് പ്രദേശവാസികൾ. ജനങ്ങൾക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. കൊച്ചിയുടെ ഹൃദയഭാഗമല്ലേ, അപ്പോൾ അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. ഇത് അധികാരികൾ നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. വിളക്കുകൾ കത്തിക്കേണ്ട അത്യാവശ്യമാണ്. അത്യാവശ്യമാണ് അത് തെരുവിളക്ക്. മുകളിലൊന്നും കത്തണല്ലോ, കുറേ ദിവസങ്ങളായി. ഇതൊക്കെ സർക്കാരിൻ്റെ അനാസ്ഥയില്ല, കാരണം ഇതൊക്കെ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇതൊക്കെ ഞാൻ ആക്ച്വലി ഇവിടെ ഇല്ല, ഇവിടെ കൊച്ചിയിലല്ല. ലൈക്ക് ഈ നൈറ്റൊക്കെ ആകെ ബുദ്ധിമുട്ടാണ്. ട്രാവലൊക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടാണ് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇല്ല. ഈ രാത്രി കഴിയുമ്പോൾ ലൈറ്റൊന്നും ഇല്ല. പിന്നെ നമ്മുടെ ഈ ലൈറ്റും കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് പോകണത്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എത്ര ആൾക്കാരെ ഇവിടെ നിന്ന് ബസ് കയറി പോകാൻ നിൽക്കുന്നത്? ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നഗരസഭയോ MLA യോ MP യോ ആരാണെങ്കിലും ഒരു പ്രശ്നവുമില്ല, വിളക്കുകൾ കത്തണം. അതിനു പിന്നിൽ പ്രതിസന്ധി എന്തായാലും പരിഹരിക്കപ്പെടുക തന്നെ വേണം. ഇങ്ങനെയാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. അന്തിപ്പൊൻവട്ടം തൊട്ടപ്പുറം അറബിക്കടലിൽ താഴുമ്പോൾ ഞങ്ങളെ ഇരുട്ടിലാക്കല്ലേ എന്ന് മാത്രമാണ് കൊച്ചിക്കാർ പറയുന്നത്. വൈറ്റിലയിൽ നിന്നും വിഷ്ണു കച്ചേരിക്കൊപ്പം YS അഭിനന്ദ്, 24.